എ+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Super Absorbent Hobbies Diapers. ശോഭിക വെഡിങ്സ് കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, മെയിൻ റോഡ്, എടക്കര. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. ഫോർകോ കേര പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ്, മുസ്ലിം പള്ളിക്ക് സമീപം, ഇടിവണ്ണ. മഹാറാണി ഗ്രൂപ്പിന്റെ 33ാം വാർഷികാഘോഷത്തിന്റെ സന്തോഷവേളയിൽ ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 17 വരെ നീണ്ടുനിൽക്കുന്ന ഓഫറുകൾ. SDPI ജമാഅത്തെ ഇസ്ലാമി ആരോപണത്തിനെതിരെ പ്രതികരണവുമായി PV അൻവർ MLA. ഈ സംഘടനകൾക്ക് ഇത്രമാത്രം ശക്തിയുണ്ടോ എന്ന് CPM സമ്മതിച്ചോ എന്ന് MLA ചോദിച്ചു. പാലോളി മുഹമ്മദ് കുട്ടി സംശുദ്ധ ജീവിതം നയിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെ കൊണ്ട് CPM പറയിപ്പിക്കുകയാണെന്നും അൻവർ MLA കൂട്ടിച്ചേർത്തു. അതേസമയം പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് നൽകിയ പരാതിയുടെ പകർപ്പ് PV അൻവർ MLA ഇന്ന് ഫേസ്ബുക്ക് വഴി പുറത്തുവിട്ടു. ആരു പറഞ്ഞാലും മാറാൻ കഴിയുന്ന അവസ്ഥാവിശേഷത്തിലല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് PV അൻവർ MLA. തന്നെ വിമർശിച്ച മുതിർന്ന CPM നേതാവ് പാലോളി മുഹമ്മദ് കുട്ടിയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തും. അദ്ദേഹം സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ വക്താവാണ്. മുസ്ലിം പ്രീണനമല്ല പോലീസ് നയമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് കാരണമെന്നും അൻവർ MLA പറഞ്ഞു. ഉറക്കം നടിക്കുന്നത് കൊണ്ടോ ഈ വിഷയത്തിൽ നിന്ന് ഈ പറയുന്ന മുഖ്യമന്ത്രിക്കോ ഈ പറയുന്ന DGPക്കോ ഈ വിഷയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. കേരളത്തിൽ ജനം അത് കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. അതാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. അവിടെ പങ്കെടുത്തവരൊക്കെ ജനാധിപത്യ മതേതര വിശ്വാസികളാണ്. അവിടെ പങ്കെടുത്ത ആയിരക്കണക്കിന് ആളുകളെ വർഗീയവാദികളും ഫാസിസ്റ്റുകളും ഒക്കെ ആക്കുന്ന ഈ നിലപാട്, അത് ആ നിലപാടാണ് CPM നേതൃത്വം ഈ വിഷയത്തെ കാണുന്നതെങ്കിൽ അത് വലിയ പ്രതിസന്ധി, വലിയ നഷ്ടം ഉണ്ടാകും എന്നാണ് എനിക്ക് ആ വിഷയത്തെ കുറിച്ച് പറയാം. അദ്ദേഹത്തെ ഇറക്കി പ്രതിരോധിക്കുക എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട സഖാവ് പാലോളിയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയില്ല, കേരള ജനതക്കറിയാം. സംശുദ്ധ ജീവിതത്തിന്റെ ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും, അത് രാഷ്ട്രീയമായാലും പൊതുജീവിതമായാലും, പാർട്ടിയിൽ നിന്ന് പ്രായാധിക്യത്താൽ മാറി നിന്ന് വിശ്രമജീവിതം നയിക്കുന്ന ഈ ഘട്ടത്തിൽ പോലും പരമപരിശുദ്ധനായ ഒരു സംശുദ്ധ ജീവിതം നയിക്കുന്ന ഒരു രാഷ്ട്രീയ വ്യക്തിത്വമാണ് സഖാവ് പാലോളിക്കുള്ളത്. അദ്ദേഹത്തെ കൊണ്ട് അത് പറയിപ്പിക്കുകയാണ്. അദ്ദേഹത്തിന് ഈ കാര്യങ്ങളൊന്നും അറിയില്ല. അത് എൻ്റെ അടുത്തൊരു പാളിച്ച ഉണ്ടായിട്ടുണ്ട്. ഞാൻ സത്യത്തിൽ അദ്ദേഹത്തെ കണ്ട് ഈ കാര്യങ്ങളൊന്ന് വിവരിക്കേണ്ടതുണ്ടായിരുന്നു. ഈ തിരക്കിനിടയിൽ ഈ ഇപ്പോഴത്തെ പെട്ടെന്നുണ്ടായ ഒരു രാഷ്ട്രീയ സാഹചര്യമാണല്ലോ. അത് അദ്ദേഹത്തെ പോയി കാണാനോ ഈ കാര്യങ്ങൾ അദ്ദേഹത്തോട് പറയാനോ എനിക്ക് സാധിച്ചില്ല. അത് ഞാൻ അദ്ദേഹത്തെ പോയി കാണും. ഞാൻ അദ്ദേഹത്തോട് എനിക്കുണ്ടായ അനുഭവങ്ങളും ഈ വിഷയത്തിന്റെ സത്യസന്ധതയും ഇടപെട്ട കാര്യത്തിന്റെ ലക്ഷ്യങ്ങളും അദ്ദേഹത്തെ ഞാൻ ബോധ്യപ്പെടുത്തും. അദ്ദേഹത്തിന് ഈ തെറ്റിദ്ധാരണ മാറും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പാലോളി മുഹമ്മദ് കുട്ടി പറഞ്ഞാലും പിണറായി മാറുമെന്ന് വിചാരിക്കുന്നില്ലെന്ന് അൻവർ പറഞ്ഞു. പിണറായി പറയുന്ന കാര്യങ്ങളെ മാറുന്ന CPM സമീപനത്തിന്റെ ഭാഗമായി കാണാൻ കഴിയില്ല. മാറുന്ന പിണറായിയുടെ രീതിയായേ കാണാൻ കഴിയൂ. കഴിഞ്ഞ 1.5 വർഷമായി പിണറായിയുമായി ബന്ധപ്പെട്ട് ഈ രീതിയാണ് കാണുന്നത്. പാലോളി പിണറായിയോട് ഈ വിഷയം സംസാരിക്കും, അല്ലെങ്കിൽ സംസാരിക്കുന്നതിൽ ഒരു മാറ്റം വരും എന്ന പ്രതീക്ഷയാണ് എന്നെ സംബന്ധിച്ചത്. കാരണം ആര് പറഞ്ഞാലും മാറാൻ കഴിയുന്ന ഒരു അവസ്ഥാവിശേഷത്തിലല്ല അദ്ദേഹം നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ സാഹചര്യം അതാണ്. മലപ്പുറം ജില്ല ക്രിമിനലുകളുടെ നാടാണെന്ന് വരുത്തുക പിണറായിയുടെ തീരുമാനമാണ്. അതിന് മലപ്പുറം ജില്ലാ സെക്രട്ടറി പൂർണ്ണ പിന്തുണ അറിയിക്കുകയാണ്. മലപ്പുറം ജില്ലയിൽ പ്രതികളുടെയും FIRന്റെയും എണ്ണം വർദ്ധിപ്പിച്ചു. ദേശീയതലത്തിൽ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ക്രിമിനൽ കേസുകളുടെ എണ്ണം ജില്ലയിൽ വർദ്ധിച്ചതായി കാണിക്കും. ജില്ലയിൽ മുസ്ലിങ്ങളാണ് കൂടുതൽ. പ്രശ്നങ്ങൾക്ക് കാരണം മുസ്ലിങ്ങളാണെന്ന് വരും. ഒരു ജനാധിപത്യ നീതിയും ജില്ലയിൽ ഉണ്ടായിട്ടില്ലെന്നും അൻവർ വ്യക്തമാക്കി. മലപ്പുറം ജില്ല ഈ ക്രിമിനലുകളുടെ ഒരു നാടാണ് എന്ന് എത്തിക്കുക, അതിന് ഈ പാർട്ടി ജില്ലാ സെക്രട്ടറിയുടെ പരിപൂർണ പിന്തുണ അദ്ദേഹത്തിന് കിട്ടുക. ഇവിടെ പ്രവർത്തിച്ചിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഈ പറയുന്ന ഒരു വണ്ടിയിൽ 3 ആൾ പോകുമ്പോൾ 3 ആളുടെ പേരിലും FIR ഇടുക. ഒരു ലോഡ് മണല് കൊണ്ടുപോയാൽ ആ മണൽ തൊഴിലാളികളുടെ കുടുംബത്തിന്റെ അടക്കം പേരിൽ കേസിടുക. അങ്ങനെ പ്രതികളുടെ എണ്ണവും FIRന്റെ എണ്ണവും വർദ്ധിപ്പിക്കുന്ന ആ രീതി ഈ സുജിത്ദാസിന്റെ കാലഘട്ടമാണ് തുടങ്ങുന്നത്. അതിന് നടപടി
CPM നേതൃത്വം, ജില്ലാ നേതൃത്വം എടുത്തില്ല എന്ന് മാത്രമല്ല, അതിനെ പ്രോത്സാഹിപ്പിച്ചു. ഇനി രാജ്യത്തിന്റെ പാർലമെന്റിൽ ഒരു ചോദ്യം വരും, രാജ്യത്ത് ഏറ്റവും കൂടുതൽ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്ത ജില്ല ഏതാണെന്ന ചോദ്യം വരുമ്പം സ്വാഭാവികമായിട്ടുള്ള മലപ്പുറം ജില്ല. അപ്പൊ മലപ്പുറം ജില്ലയുടെ പ്രത്യേകത എന്താ ഇത്രമാത്രം ക്രിമിനൽ കേസുകൾ ഉണ്ടാകാൻ കാരണം? അവിടെ 90% അല്ലെങ്കിൽ 85% മുസ്ലിങ്ങളൊക്കെ ക്രിമിനലുകളാണ്. അടിസ്ഥാനപരമായ ഇവരുടെ സ്വഭാവം ക്രിമിനലിസമാണ് എന്ന് പറയാം. ആ ഒരു രാഷ്ട്രീയത്തിന് അരിപ്പറ്റി നിന്ന് കൊടുക്കുക, അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് സത്യത്തിൽ മലപ്പുറം ജില്ലയിലെ CPM നേതൃത്വം എടുത്തിട്ടുള്ളത്. അതേസമയം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് നൽകിയ പരാതിയുടെ പകർപ്പ് PV അൻവർ MLA പുറത്തുവിട്ടു. ഗുരുതരമായ ആരോപണങ്ങളാണ് പരാതിയിലുള്ളത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ കച്ചവടക്കാർ തമ്മിലുള്ള സാമ്പത്തിക തർക്കത്തിൽ ഒരു കക്ഷിക്കൊപ്പം നിന്ന് പി ശശി ലക്ഷങ്ങൾ പാരിതോഷികം വാങ്ങുന്നതായി പരാതിയിൽ ആരോപിക്കുന്നു. ചില കേസുകളിൽ രണ്ട് കക്ഷികളും തമ്മിൽ ഒത്തുതീർപ്പുണ്ടാക്കി അവർക്കിടയിൽ കേന്ദ്ര ബിന്ദുവായി പ്രവർത്തിച്ച് കമ്മീഷൻ കൈപ്പറ്റുന്നു. ഇക്കാര്യങ്ങളും പാർട്ടി പരിശോധിക്കണമെന്നാണ് പരാതിയിലുള്ളത്. പൊളിറ്റിക്കൽ സെക്രട്ടറിയായി പി ശശി തുടർന്നാൽ താങ്ങാനാകാത്ത വിധം മാനക്കേടും നാണക്കേടും അധികം വൈകാതെ പാർട്ടിയും മുഖ്യമന്ത്രിയും നേരിടേണ്ടി വരും. ഒരു സഖാവെന്ന നിലയ്ക്ക് ഉത്തമ ബോധ്യത്തോടെയാണ് പാർട്ടിയെ ഇക്കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതെന്നും അൻവർ MLA നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. ഇതിന്റെ പകർപ്പാണ് MLA ഇന്ന് ഫേസ്ബുക്ക് വഴി പുറത്തുവിട്ടത്. A+ വിഷൻ, എടവണ്ണ. Super Absorbent Poppy's Diapers.